8 വർഷം മുമ്പ് IPL കളിച്ചൊരു പ്ലെയറിന് വേണ്ടിയിട്ട് 24.75 കോടി സ്പെൻഡ് ചെയ്യുക. യെസ്, IPL മറ്റൊരു ഹിസ്റ്ററി ഇന്ന് അവിടെ പിറന്നിരിക്കുകയാണ്. ഡിസംബർ 19 ദുബായിൽ വെച്ച് നടന്ന മിനി ഓപ്ഷനിൽ മിച്ചൽ സ്റ്റാർക്ക് എന്ന ഓസ്ട്രേലിയൻ താരത്തിന് 24.75 കോടിക്ക് KKR സ്വന്തമാക്കിയിരിക്കുന്നു. ആദ്യം മുംബൈയും ഡൽഹിയും കൂടി വിളിച്ചു തുടങ്ങിയ ആ ഒരു ലേലം പിന്നീട് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടത് ഗുജറാത്തിൻ്റെയും KKRൻ്റെ കയ്യിലായിരുന്നു. രണ്ടുപേർക്കും 30 കോടിക്ക് മൊണ്ടയിൽ സ്പെൻഡ് ചെയ്യാൻ പൈസ ഉണ്ടായിട്ടും രണ്ടുപേരും മികച്ച രീതിയിൽ തന്നെ വിളിച്ചിരുന്നു. പക്ഷേ അവസാന സമയത്ത് ഗുജറാത്ത് ഡ്രോപ്പ് ചെയ്യുകയും KKRന് 24.75 കോടിക്ക് ഈ ഒരു ഫാസ്റ്റ് ബോളറിനെ, ഇടം കയ്യൻ ഫാസ്റ്റ് ബോളറിനെ സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡീല് നടന്ന സമയത്ത് കിളി പോയിരിക്കുകയായിരുന്നു. അത്രമാത്രം മനോഹരമായിരുന്നു ഈ ഒരു ഓപ്ഷൻ. ഇത്ര എൻ്റർടൈനിങ് ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 8 വർഷം മുമ്പ് IPL കളിച്ച താരത്തിന് വേണ്ടി ഇത്രയും സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര അൺയൂഷ്വൽ അല്ല. കാരണം സ്റ്റാർക്ക് എന്ന പ്ലെയർ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പോൾ ലോക നിലവാരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇടംകയ്യൻ ബോളിംഗ് അല്ലെങ്കിൽ പേസ് ബോളർമാരിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ബോളർ തന്നെയാണ് സ്റ്റാർക്ക്. സോ അദ്ദേഹത്തിന് വേണ്ടി ഇത്രയും സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് അത്ര ഒട്ടും അൺയൂഷ്വൽ അല്ല എന്ന് തന്നെ പറയണം. ഓഫ് കോഴ്സ് പാറ്റ് കമ്മിൻസ് 20 കോടിക്ക് മുകളിൽ പോയപ്പോൾ തന്നെ ഉറപ്പായിരുന്നു സ്റ്റാർക്കിൻ്റെ വിളി അങ്ങനെ ചെറിയ വിളിയിലൊന്നും ഒതുങ്ങിയില്ല എന്ന്. പക്ഷേ ഇത്രത്തോളം വലിയൊരു സംഖ്യയിലേക്ക് അല്ലെങ്കിൽ തുകയിലേക്ക് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ആൻഡ് KKRൻ്റെ സ്ക്വാഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഡെപ്ത് ഉള്ളൊരു സ്ക്വാഡായിട്ട് കുറച്ച് സൈനികങ്ങൾ കൊണ്ട് തന്നെ KKRന് മാറാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. സോ KKRൻ്റെ ഇപ്പോഴത്തെ സ്ക്വാഡ് വെച്ച് നോക്കുകയാണെങ്കിൽ KKR വരാൻ പോകുന്ന IPL പ്ലേ ഓഫിൽ ഉണ്ടാകാൻ സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. 8 വർഷങ്ങൾക്ക് മുമ്പ് 2014-2015 IPL സീസണിൽ കളിച്ച് 27 കളികളിൽ നിന്നും 34 വിക്കറ്റുകൾ സ്റ്റാർക്കിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ കറന്റ് നോക്കിക്കഴിഞ്ഞാൽ മികച്ച ഫോമിൽ തന്നെയാണ് സ്റ്റാർക്ക് തുടരുന്നത്. അതെന്തായാലും KKRന് ബെനിഫിറ്റ് ആയിട്ട് തുടരുകയുള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യൻ മണ്ണിലെ മികച്ച പെർഫോമൻസ് നമ്മൾ എടുത്ത് പറയേണ്ടതുമില്ല. എന്തായാലും ഇനി അറിയേണ്ടത് സ്റ്റാർക്ക് വരാൻ പോകുന്ന IPL കളിക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ്. സാധാരണ ഇങ്ങനെ വന്നിട്ട് വിഡ്രോ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു 8 വർഷം മുമ്പാണ് പുള്ളി IPL കളിച്ചത്. എന്തായാലും കിളി പറത്തിയ സൈനിങ് ആയിപ്പോയി. അന്യായം തന്നെ അന്യായം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ അവൻ്റെ അറിയപ്പെടുത്തി വീഡിയോ ഗൂഗിൾ സൈനിങ്. ബൈ ബൈ.